ബാങ്കോക്കിൽ നിന്നുള്ള ഒരു വൺ ഡേ ടൂർ പാക്കേജാണ് ഇന്നത്തെ യാത്ര. മീക്ലോങ് റെയിൽവേ മാർക്കറ്റും ഡാം നോയിൻ സദുക് ഫ്ലോട്ടിംഗ് മാർക്കറ്റുമാണ് ഈ ട്രിപ്പിൽ ഉള്ളത്. ഒരാൾക്ക് 650 തൈവാതാണ് ഈ ട്രിപ്പിൻ്റെ ചാർജ്. രാവിലെ 7 മണിക്ക് നമ്മളെ പിക്ക് ചെയ്യും. വൈകുന്നേരം 5 മണിയോടുകൂടി തിരികെ ഹോട്ടലിൽ എത്തിക്കും. ബാങ്കോക്കിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എവിടെ നിന്നും ഈ പാക്കേജ് നമുക്ക് ലഭ്യമാണ്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഈ പാക്കേജ് എടുത്തത്. ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള വാൻ 7 മണിയായപ്പോൾ തന്നെ എത്തി. വാനിൽ നിറയെ ആളുകളുണ്ട്. വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിക്ക് ചെയ്തവരാണ്. ബാങ്കോക്കിൽ നിന്നും 1.25 മണിക്കൂർ യാത്ര ചെയ്താൽ റെയിൽവേ മാർക്കറ്റിലെത്താം. അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് തായ്ലൻഡിലെ തനി നാടൻ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കേരളം പോലെ തന്നെ തെങ്ങും വാഴയും എല്ലാം ഉണ്ട്. റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ കാണാം. 7 മണിക്ക് പുറപ്പെട്ട ഞങ്ങൾ 8:15 ആയപ്പോഴേക്കും മീക്ലോങ് റെയിൽവേ മാർക്കറ്റിൽ എത്തിച്ചേർന്നു. ഞങ്ങളുടെ ടൂർ ഗൈഡ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇതേ ഗ്രൂപ്പിൻ്റെ കൂടെ മറ്റു വാനുകളിലെത്തിയവരും അവിടെയുണ്ട്. ഗൈഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞങ്ങൾ അയാളുടെ പിന്നാലെ നടന്നു. ഏതോ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെ അയാൾ ഞങ്ങളെ കൊണ്ടുപോയി. ആ വഴി ചെന്ന് അവസാനിച്ചത് റെയിൽവേ മാർക്കറ്റിലാണ്. റെയിൽവേ ട്രാക്കിലാണ് ഇവിടുത്തെ മാർക്കറ്റ്. ട്രാക്കിൻ്റെ ഇരുവശവുമുള്ള കടകളിലെ സാധനങ്ങളെല്ലാം ട്രാക്കിലേക്ക് നിരത്തി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആളുകളൊക്കെ നടക്കുന്നതും റെയിൽവേ ട്രാക്കിലൂടെ തന്നെയാണ്. ട്രെയിൻ വരുന്നതിൻ്റെ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ സാധനങ്ങളെല്ലാം ഇരുവശങ്ങളിലേക്കാക്കി മാറ്റി ആളുകളൊക്കെ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കും. ട്രെയിൻ കടന്നുപോയി കഴിയുമ്പോൾ മാർക്കറ്റ് വീണ്ടും പഴയപടിയാക്കും. 100 മീറ്റർ നീളമാണ് ഈ മാർക്കറ്റിനുള്ളത്. 1905 മുതലുള്ള ഒരു ട്രഡീഷണൽ തായ് മാർക്കറ്റാണിത്. പിന്നീട് ഇതിൽ റെയിൽവേ ട്രാക്ക് വന്നപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഒത്ത നടുവിലൂടെ ആയിരുന്നു. പിന്നീട് റെയിൽവേ ട്രാക്കിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴും ആളുകൾ അവിടെ വിട്ടുപോകാതെ മാർക്കറ്റ് അവിടെ തന്നെ തുടർന്നു. അങ്ങനെയാണ് ഈ മാർക്കറ്റ് റെയിൽവേ ട്രാക്കിലായത്. ഇപ്പോൾ ദിവസവും 8 പ്രാവശ്യം ഇതിൽ ട്രെയിൻ കടന്നു പോകും. തായ്ലൻഡിലെ നാടൻ പച്ചക്കറികളും മത്സ്യവും മാംസവും ഒക്കെ ഇവിടെ കിട്ടും. കൂടാതെ ടൂറിസ്റ്റുകൾക്ക് വേണ്ട ധാരാളം സൂവനീറുകളും ഉണ്ട്. സൂവനീറുകൾക്കൊക്കെ ഇവിടെ മറ്റ് സ്ഥലങ്ങളിലേക്കാൾ വില കുറവാണ്. ഇവിടെ കാണുന്ന ഈ ചുവന്ന ലൈനിൻ്റെ അപ്പുറത്താണ് ട്രെയിൻ വരുമ്പോൾ നിൽക്കേണ്ടത്. കടകളുടെയൊക്കെ റെയിൽവേ ട്രാക്കിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം ഇതുപോലെ പെട്ടെന്ന് എടുത്തു മാറ്റാവുന്ന രീതിയിലാണ്. ട്രെയിൻ വരാനുള്ള സമയമായതുകൊണ്ടാണ് ആളുകൾ പടുതയൊക്കെ മടക്കി ഉള്ളിലേക്ക് വെച്ചു തുടങ്ങി. വാഴക്കൊമ്പൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. റെയിൽവേ ട്രാക്കിൻ്റെ ഇരുവശവും ബിൽഡിങ്ങുകളാണ്. അതിനുള്ളിലാണ് കടകൾ. കടയിൽ നിന്നും വെളിയിലേക്ക് ഇതുപോലെ പടുത വലിച്ചു കെട്ടി സാധനങ്ങളൊക്കെ താഴെ നിരത്തി വെച്ചിരിക്കുന്നു. ടൂറിസ്റ്റുകൾക്കും നാട്ടുകാർക്കും നമുക്ക് ട്രാക്കിലൂടെ നടന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ട്രെയിൻ വരുന്നതിന് മുമ്പുള്ള അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. ഇനി എവിടെയെങ്കിലും കയറി ഒതുങ്ങി നിൽക്കാനുള്ള സ്ഥലം നോക്കണം. നല്ല തിരക്കായതുകൊണ്ട് എങ്ങും സ്ഥലമില്ല. ഏതെങ്കിലും കടയിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചാൽ നമുക്ക് അവിടെ കയറി നിൽക്കാം. ടൂറിസ്റ്റുകളൊക്കെ ട്രെയിൻ വരുന്നത് കാണാനായി വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ സൈറൻ മുഴക്കിക്കൊണ്ട് ട്രെയിൻ വരുന്നുണ്ട്. ശരി, അവിടെ നിന്നാ മതിയായിരുന്നു. ഇങ്ങോട്ട് തള്ളിയ വരും കേട്ടോ. ടൂറിസ്റ്റുകൾ നിൽക്കുന്നിടത്തോട് വളരെ ചേർന്നാണ് ട്രെയിൻ പോകുന്നത്. സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ട്രെയിൻ ഒന്ന് മൂക്കിനിടിക്കും. ട്രെയിൻ സ്പീഡ് കുറച്ചാണ് പോകുന്നത്. ട്രെയിൻ കടന്നുപോയി ഉടനെ തന്നെ ചാടി ഇറങ്ങി സെൽഫി എടുക്കുന്നവരെയും കാണാം. ഞങ്ങൾ നിന്ന കടയിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ കൈ തട്ടി താഴെ വീണു. തായ് ഭാഷയിൽ എന്തൊക്കെയോ ഉറച്ചു പറഞ്ഞുകൊണ്ട് അവർ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. സാരമില്ല, പൊക്കോട്ടെ എന്നായിരിക്കും പറഞ്ഞത്. ട്രെയിൻ പോയി 1 മിനിറ്റ് കൊണ്ട് മാർക്കറ്റൊക്കെ പഴയപടിയായി. ഈ മാർക്കറ്റിൻ്റെ അവസാനം എന്താണെന്നറിയാൻ പാളത്തിലൂടെ മാർക്കറ്റ് തീരുന്ന ഭാഗത്തേക്ക് നടന്നു നോക്കി. ഒരു വലിയ ജംഗ്ഷനിലേക്കാണ് അത് ചെല്ലുന്നത്. ഈ റോഡിൻ്റെ നടുവിലൂടെയാണ് ഈ പാളം കടന്നു പോകുന്നത്. ട്രെയിൻ മാർക്കറ്റിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.